കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ജയത്തോടെ നമ്മെ അവിടെ നടത്തുന്നല്ലോ. ദൈവത്തിന്റെ ദയ നിരന്തരമാണ്, ഒരു ദിവസത്തേക്കുള്ളതല്ല. തന്റെ സകല പ്രവൃത്തികളോടും കരുണ തോന്നുന്ന ദൈവം. ഓരോ ജഡത്തിനും അതതിന്റെ ആഹാരം കൊടുക്കുന്ന, ഓരോന്നിന് എന്ത് വേണോ അത് തന്നെ കൊടുക്കുന്ന, കാക്കയ്ക്ക് കൊടുക്കുന്നതല്ല സിംഹത്തിന് കൊടുക്കുന്നത്. അതത് സമയത്ത് തീനെത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ദൈവം. എത്ര ശ്രേഷ്ഠകരമായ നടത്തിപ്പാണ് നമ്മുടെ ദൈവത്തിന്റെ സഹോദരങ്ങളെ. കുനിഞ്ഞിരിക്കുന്നവരെ അവിടെ നിവർത്തുന്നു, ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു, ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായ ദൈവം, ഇറങ്ങി വരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം എന്ന് ചോദിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠ ശബ്ദത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും അവിടുത്തെ വിശ്വസ്തതയ്ക്കും ദയയ്ക്കും അവിടുത്തെ വചനത്തിനും ഒരു നാളും മാറ്റമില്ല. അവിടുന്ന് വിളിച്ചു പറഞ്ഞില്ലേ, ഇന്നലെയും ഇന്നും എന്നേക്കും ഞാൻ അനന്യൻ തന്നെ, മാറ്റമില്ലാത്ത ദൈവം. എത്രയോ പേർ മാറി, നമ്മളെ ഒറ്റപ്പെടുത്തിയില്ലേ, മാറ്റി നിർത്തിയില്ലേ, പ്രാധാന്യം തരാതിരുന്നില്ലേ. നമ്മുടെ കർത്താവ് അങ്ങനാണോ? ധനം നോക്കി, സ്റ്റാറ്റസ് നോക്കി, സാഹചര്യം നോക്കി ഒക്കെ നമ്മളെ വേർതിരിക്കുന്ന ഒരുവനാണോ നമ്മുടെ ദൈവം? അല്ലല്ലോ. സ്വന്തം സഹോദരങ്ങളൊക്കെ മാറ്റി നിർത്തും, രക്തബന്ധങ്ങൾ മാറ്റി നിർത്തും. പ്രാധാന്യം നൽകാതിരിക്കുന്ന സമയങ്ങൾ ദാവീദിന്റെ ജീവിതത്തിലുണ്ടായില്ലേ? അതുകൊണ്ടല്ലേ ഭക്തൻ പാടിയത്, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. സഹോദരങ്ങളൊന്നും പ്രാധാന്യം കൊടുക്കാതിരുന്നപ്പോഴും യോസഫിനെ ദൈവം തള്ളിക്കളഞ്ഞു. രക്തബന്ധങ്ങളല്ലേ തന്നെ പൊട്ടക്കുഴിയിലേക്ക് എടുത്തിട്ട് വിറ്റത്, മാറ്റി നിർത്തിയത്, സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞത്. പ്രാർത്ഥിക്കുന്നവനെ എപ്പോഴും ഒറ്റപ്പെടുത്തുവാൻ സമൂഹം തയ്യാറാവും. അകത്തു നിന്ന് തന്നെ ആളുകൾ വരും. പക്ഷെ മുറിവേൽക്കരുത്, കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവം, യോസഫിനെ മാനിച്ച ഒരു ദൈവം, ദാവീദിനെ ഉയർത്തിയൊരു ദൈവം നമ്മുടെ ദൈവമാണ് എന്ന് വ്യക്തമായിട്ട് ഇന്ന് പകലൊന്ന് മനസ്സിലാക്കാൻ തയ്യാറായാൽ നമ്മുടെ അകത്ത് നിരാശ വരില്ല. അതിനായി നമ്മളങ്ങ് സ്തോത്രം ചെയ്യും. അവര് മാറ്റി നിർത്തിയതിനും അവര് സഹകരിക്കാതിരുന്നതിനും പലതും അറിയിക്കാതിരുന്നതിനും ഒക്കെ അങ്ങ് സ്തോത്രം ചെയ്തോണം. കാരണം നമ്മളെ ദൈവം ഡയറക്റ്റ് അനുഗ്രഹിക്കുന്നത് അതെല്ലാരും കാണും. പ്രാർത്ഥിക്കുന്നവന് ആരുടെ റെക്കമെന്റ് അനുസരിച്ചല്ല, ദൈവത്തിന്റെ കമാൻഡുകൾ ഇന്നും പകൽ പുറപ്പെടുകയാ. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ചില നിന്ദകൾ, അപമാനങ്ങളൊക്കെ ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത മുറിവുകളായി അവശേഷിക്കുമ്പോൾ അതിനെ ഓർക്കണ്ട. നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, കരുതുന്ന അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണ തോന്നുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സഹോദരങ്ങളെ നമ്മളൊരു അധികപ്പറ്റല്ല കേട്ടോ. മറ്റുള്ളവർക്കൊക്കെ അധികപ്പറ്റായി തോന്നിയാലും ദൈവത്തിന് നമ്മൾ അധികപ്പറ്റല്ല. നമ്മളൊരു പ്രത്യേക സമ്പത്താണ്. നമ്മുടെ അവിടുത്തെ മക്കളാണ്. അവരവകാശമല്ലേ അവിടെ തന്നത്. ആര് സഹകരിപ്പിച്ചില്ലെങ്കിലും പറ, കർത്താപ്പച്ചന്റെ മക്കളാ ഞങ്ങൾ.
മക്കളെങ്കിൽ നമ്മൾ അവകാശികളല്ലേ? ദൈവം പറയുക, ഞാൻ അവരുടെ അവകാശം. ഒരു ഗോത്രത്തെ നോക്കി തമ്പുരാൻ പറയുക, ദേവിയരോട് പറയുക, ഞാൻ അവരുടെ അവകാശമാണ്. ദൈവം നമ്മുടെ അവകാശമാണെങ്കിൽ പിന്നെ ഒന്നും ഭയപ്പെടണ്ട. കർത്താവ് ചെയ്യേണ്ടത് ഭംഗിയായിട്ട് അതതിന്റെ സമയത്ത് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളരെ വളരെ സുപരിതമായ വാക്യം, ഒത്തിരി പ്രസംഗം കേട്ട ഭാഗമാണ്. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 5-ാമത് വാക്യം. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ കുറിവാക്യം 6-ാം വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കൂ. 6-ാം വാക്യം. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. ഈ സംഭവം ഒന്നും വിവരിക്കേണ്ട കാര്യമില്ല. ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ യേശു നിൽക്കുമ്പോൾ പുരുഷാരം വചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ? വചനം കേൾക്കാൻ തിക്കിക്കൊണ്ടിരിക്കുക. വചനത്തോടുള്ള താല്പര്യം വചനം ശക്തീകരിക്കുന്നതും വചനം ബലപ്പെടുത്തുന്നതുമാണ്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? വചനം കേൾക്കാൻ വ്യഗ്രത. അതിനുവേണ്ടി നമ്മൾ മറ്റു പലതിനൊക്കെ തിക്കിത്തിരക്കിയൊക്കെ പോകും. ഷോപ്പിങ്ങിന് പോകും, കല്യാണ പാർട്ടിക്ക് തിക്കിത്തിരക്കി അകത്ത് കയറും, അല്ലേ? ക്യൂ നിൽക്കേണ്ട പല സന്ദർഭങ്ങൾ വരുമ്പോഴും എങ്ങനെയൊക്കെ തിക്കിത്തിരക്കാമോ മുമ്പിലെത്താൻ. പക്ഷെ ഇവിടുത്തെ ആ ഭാഗം നിങ്ങളുടെ സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോ അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. അതിനകത്ത് ഒത്തിരി ഒത്തിരി പടകുകളുണ്ട്. ഷിമോന്റെ പടകിലാണ് യേശു കയറിയത്. മറ്റു പല പടകുകളും ഉണ്ടായിട്ടും പ്രിയ സഹോദരങ്ങളെ, കൃപയാൽ നിന്റെ പടകിന്റെ അമരക്കാരനായി, നിന്റെ പടകിനകത്തേക്ക് നായകനായി ഒരുവൻ കയറിയതിനായി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാമോ? എത്ര പേർ ആത്മാവിൽ സ്തോത്രം ചെയ്യും? ഞങ്ങളുടെ പടകിനകത്ത് കർത്താവ് കയറി. പിന്നീടുള്ള സംഭവം നമുക്കറിയാം. സംസാരിച്ച് തീർന്നപ്പോഴാണ് ഷിമോനോട് പറഞ്ഞത് ആഴത്തിലേക്ക്. ഷിമോൻ തന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതാ, ഇന്നലെയൊക്കെ ഞങ്ങളത് ചെയ്തു. ഇന്നലെ നീ പരാജയപ്പെട്ട ഇടത്ത്, ഇന്നലെ നീ ചെയ്ത് അവസാനിപ്പിച്ച ഇടത്ത് ഇന്ന് പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഇന്നലത്തേതെല്ലാം അങ്ങ് മറന്നേര്. ദൈവാത്മാവിന് പറയാനുള്ളൂ, ഇന്നലെ സംഭവിച്ച ശൂന്യത, ഇന്നലെ സംഭവിച്ച തകർച്ചകൾ, ഇന്നലെ സംഭവിച്ച മുറിവുകൾ, ഇന്നലെ സംഭവിച്ച വേദനകൾ, ഇന്നലെ സംഭവിച്ച നിവരാൻ പറ്റാത്ത വിഷയങ്ങൾ, അത് വിടൂ. ഇന്നാണ് ഒരു കൽപ്പന വന്നത്. ഇന്നലെ രാത്രിയിൽ പലതും സംഭവിച്ചു കാണാം. അതിന് മുമ്പത്തെ ദിവസം അത് വിട്ടേക്കൂ. ഇന്നൊരു കൽപ്പന പുറപ്പെട്ടിട്ടുണ്ട്. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കി. എന്റെ സബ്ജക്ട് പരിശുദ്ധാത്മാ നൽകിയത്. അങ്ങനെ ചെയ്തപ്പോ ദൈവം പറയുന്നത് സാഹചര്യങ്ങൾ നോക്കാതെ ഇന്നലത്തെ അനുഭവങ്ങൾ നിരത്തിവെച്ച് താരതമ്യം ചെയ്ത് ഇന്നും അതുപോലെ സംഭവിക്കും, പാരമ്പര്യമായി സംഭവിച്ചത് ഇന്നും സംഭവിക്കുമെന്നും അത് മാറ്റിവെക്കൂ. അതില്ലിനി അവിടെ ആ സബ്ജക്ട് കഴിഞ്ഞു. കർത്താവ് വന്നിട്ടുണ്ട്. പടകിനകത്ത് നിന്റെ കുടുംബത്തിന്റെ നടുവിൽ, നിന്റെ തലമുറയുടെ മധ്യേ, ദൈവസഭയുടെ അകത്ത് ഒരുവൻ ഉലാവുന്നുണ്ട്. ബാക്ക് ഹിസ്റ്ററികളെല്ലാം ഒന്ന് മാറ്റിവെക്കൂ, മറക്കൂ. അങ്ങനെ ചെയ്തപ്പോൾ ഇന്ന് കർത്താവിന്റെ കമാൻഡ് കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ ചില സ്റ്റെപ്പ് എടുക്കൂ. ഇന്നലെ പരാജയപ്പെട്ടായിരിക്കാം, ഇന്നലെ നീ മുറിവേറ്റെടുത്തായിരിക്കാം, ഇന്നലെ തകർന്ന് തരിപ്പണമായിരിക്കാം,
മടക്കി വെച്ച് നീ പോകാൻ തീരുമാനിച്ച വിഷയമായിരിക്കാം, ക്ലോസ് ചെയ്ത ഫയലായിരിക്കാം, തിരിച്ചു വരാനിരിക്കുന്നോ അവിടെ അങ്ങനെ ചെയ്തപ്പോൾ, അതാ സബ്ജക്റ്റ്, അങ്ങനെ ചെയ്തപ്പോൾ അസാധാരണമായ പ്രവൃത്തി. കർത്താവിന്റെ വാക്കുകൾ ഈ പ്രഭാതത്തിൽ കേൾക്കാൻ തയ്യാറായപ്പോൾ, അനുസരിക്കാൻ തയ്യാറായപ്പോൾ, വിശ്വസിക്കാൻ തയ്യാറായപ്പോൾ, വാക്കിന് മൂവ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഇന്നലത്തെ ഹിസ്റ്ററികൾ മാറുന്നു. ഇന്ന് പുതിയൊരു ചരിത്രം പിറക്കുന്നു. ഇന്നലെ നീ തല കുനിക്കപ്പെട്ടിടത്ത് തല ഉയർത്തി നിൽക്കാൻ, സന്തോഷിക്കാൻ. കഴിഞ്ഞ ദിവസം നീ വേദനിച്ചില്ലേ? തളർന്നു പോയില്ലേ? നിരാശപ്പെട്ടില്ലേ? ബലം ചോർന്നു പോയില്ലേ? എന്ത് ചെയ്യുമെന്ന് ചോദിച്ചില്ലേ? അവിടെ തന്നെ കർത്താവിന്റെ വാക്ക് വിശ്വസിച്ച് മൂവ് ചെയ്യാൻ തയ്യാറായപ്പോൾ, അങ്ങനെ ചെയ്തപ്പോൾ, സ്റ്റെപ്പ് എടുത്തപ്പോൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ വരിക. ഈ വചനം ചില കുടുംബങ്ങളെ ടച്ച് ചെയ്യുക. അങ്ങനെ ചെയ്തപ്പോൾ, അങ്ങനെ ചെയ്തപ്പോൾ, അങ്ങനെ ചെയ്തപ്പോൾ യേശുവിന്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കുന്നതിന്, സൗഖ്യം പ്രാപിക്കുന്നതിന്, ബലം വ്യാപരിക്കുന്നതിന് പിതാവേ സ്തോത്രം. ബൈക്ക് ഹിസ്റ്ററികൾ മറക്കുന്നു. പഴയ ചരിത്രം ഇനി ആവർത്തിക്കില്ല. പഴയ ശൂന്യത, പഴയ നിന്ദ, അപമാനം, ചില മുറിവുകൾ, സങ്കടങ്ങൾ വന്ന് ഇനി അവിടെ ഒന്നും കാണാൻ പറ്റില്ലെന്ന് ചിന്തിക്കുമ്പോൾ, ഇല്ല, ഒരു വാക്ക്, ഉളവാക്കുന്ന വാക്ക്, സൃഷ്ടിക്കുന്ന വാക്ക്, ഇരുളിനെ മാറ്റുന്ന വാക്ക്, ആഴത്തിലേക്ക് ഇറങ്ങുന്ന വാക്ക്, പരാജയപ്പെട്ടിടത്ത് ഉളവായി ശ്രേഷ്ഠത കൈവരിക്കുന്ന വാക്ക് ഇന്ന് പ്രഭാതത്തിൽ തന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇന്നലത്തത് മറക്കോ? ഇന്ന് തല ഉയർത്തിപ്പിടിപ്പിച്ച് ശക്തിയോടെ നിർത്താൻ കർത്താവിന്റെ ഒരു വാക്ക് വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് മൂവ് ചെയ്യൂ. വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിച്ചു മാറ്റും.